ദുബായിലേക്ക് ടൂറിസ്റ്റ് സന്ദർശക വിസയിൽ വരുന്നവർ ഈ വീഡിയോ മൊത്തമായും കാണണം. പ്രത്യേക അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് സന്ദർശക വിസ ലഭിക്കാൻ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാക്കി. ഇതു സംബന്ധമായി ട്രാവൽ ഏജൻസികൾക്ക് ദുബായ് ഇമിഗ്രേഷൻ അറിയിപ്പ് നൽകി. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണമെന്നതാണ് പുതിയ നിബന്ധന. ഇല്ലെങ്കിൽ വിസ നടപടികൾ പൂർത്തിയാക്കാൻ വൈകിയേക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്ത ഒട്ടേറെ മലയാളികളുടെ വിസ അപേക്ഷ പാതി വഴിയിലാണ്. നേരത്തെ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ 2 രേഖകളും കാണിച്ചാൽ മതിയായിരുന്നു. കൂടാതെ 2 മാസത്തെ വിസയ്ക്ക് 5000 ദിർഹവും 1 മാസത്തെ വിസയ്ക്ക് 3000 ദിർഹവും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കണമെന്നതും നിർബന്ധമാണ്. ഇന്ന് രാവിലെ മുതൽ ഓൺലൈൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ എമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഹോട്ടൽ ബുക്കിംഗ്, റിട്ടേൺ ടിക്കറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ടൂറിസ്റ്റ് വിസകൾക്ക് ട്രാവൽ ഏജൻസികൾക്കാണ് അപേക്ഷിക്കാനാവുക. ട്രേഡിംഗ് കമ്പനികളും വ്യക്തികളും കുടുംബങ്ങളും അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ് സന്ദർശക വിസ. എന്നാൽ 2 വിസകളുടെയും നിയമങ്ങളും നിബന്ധനകളും ഒന്നുതന്നെ. പാകിസ്ഥാൻ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് സന്ദർശക ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇത്തരം നിബന്ധനകൾ നേരത്തെ തന്നെ പ്രാബല്യത്തിലുണ്ട്. അതേസമയം UAEയിൽ പ്രവാസിയായ ഒരാൾ സ്വന്തം കുടുംബത്തിനു വേണ്ടി സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗും റിട്ടേൺ ടിക്കറ്റും സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് വിവിധ സ്പെഷ്യാലിറ്റികളിൽ കൺസൾട്ടന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകൾ. ഇതിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് 2024 ഡിസംബർ 10 വരെ അപേക്ഷ നൽകാം. എമർജൻസി, ICU, NICU, PICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പ്ലാസ്റ്റിക് സർജറി, വാസ്കുലാർ സർജറി എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം www.norcaroots.org, www.niflnorcaroots.org എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് 2024 ഡിസംബർ 10 അപേക്ഷ നൽകാമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായപരിധി 55 വയസ്സ്. അപേക്ഷകർ മുൻപ് SAMR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത്. സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് വെബ്സൈറ്റിലെ മ്യൂമറീസ് പ്ലസ് സേവനത്തിലൂടെ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ നേടിയിരിക്കണം. ഡേറ്റ ഫ്ലോ പ്രോസസ്സിംഗ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. ഇതിനായുള്ള അഭിമുഖങ്ങൾ ഡിസംബറിൽ നടക്കും. കുറഞ്ഞത് 6 മാസത്തെ കാലാവധി സാധ്യതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്.